ഇവനാണ് യൂട്യൂബിൽ കാണിക്കാൻ പറഞ്ഞേ. ആയി നല്ല സമയം യൂട്യൂബ് എടുക്കാൻ പറ്റിയ സമയം കേട്ടാ യാച്ചു. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ ഇത് 16ാമത്തെ നോമ്പാട്ടോ. ഞാൻ ഷൊർണൂർക്ക് വന്നിട്ട് പിറ്റേസാണിത്. അപ്പോൾ കണ്ടില്ലേ, രാത്രി 1:45 അയക്കണേ. ഇവിടെ മഴയും ഇടിയൊക്കെ ആയിട്ട് കറണ്ട് മൊത്തം പോയേക്കുക. 1 മണിക്ക് പോയ മുതൽ കുട്ടികളൊക്കെ എണിച്ച്. പിന്നെ അവർക്ക് പറയണ്ട, രാവിലെ ആയപ്പോലെ നല്ല കളിയും ബഹളം ഇതൊക്കെയാണ്. നമുക്കാച്ചിങ് ഉറക്കം വന്നിട്ടൊക്കെ വയ്യ. ഇനിയിപ്പോൾ കറണ്ട് വരാണ്ട് ഉറങ്ങാനും പറ്റില്ല. ഇൻവെർട്ടറും പോയി. ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. രണ്ടിനും 3 മണിക്കാണ് ഈ 2 ചെങ്ങായിമാരും കൂടിയിട്ട്. നല്ല കഥ. അപ്പോൾ 2:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞാൻ അത്താഴം കഴിച്ചിട്ട് കിടക്കുക. കാരണം ഇനി കറണ്ട് വരുമ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അത്താഴത്തിന് എണിക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ച്. നോക്കുമ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ കറണ്ട് വന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അത്താഴം കഴിച്ചിട്ട് കിടക്കുക വിചാരിച്ചു. എന്തായാലും ഇനി 3 മണിയൊക്കെ ആവാറായില്ലേ. ഇനിയിപ്പോൾ നമ്മൾ 5 മണിക്ക് അത്താഴം കഴിച്ചാൽ അല്ലെങ്കിൽ ഉറങ്ങിയിട്ടില്ലാരും. അപ്പോൾ ഇന്ന് നല്ല ചെമ്മീൻ റോസ്റ്റും ചോറും മീൻ കറിയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുക വിചാരിച്ചു. ഞാൻ അപ്പോൾ കുറേ സൈക്ക് മീൻ കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് വെറും ചോറ്. ഇവിടെ വന്നിട്ട് ഇനി വീണ്ടും വെറും ചോറ് തിന്നണം. ഇനിയിപ്പോൾ ചെങ്ങായി എപ്പോൾ ഉറങ്ങാന്നുള്ളതൊക്കെ അറിയാം. നോക്കണം. എന്നിട്ട് പാതി രാത്രി 3:30 ഇവിടെ വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി കൊടുന്ന ആള് ഇവിടെ കളിച്ചിരിക്കുക അല്ലേ ആപ്പിളാ. വാ വാ വാ. ആയിപ്പോൾ ഇന്നലെ ഉറങ്ങുമ്പോൾ എന്നെ 4 മണിയൊക്കെ ആയിട്ടാണ്. എന്നിട്ടും ഞാൻ 9:30 9:45 ആകുമ്പോഴത്തേക്ക് എണീറ്റ്. അങ്ങനെയായിട്ട് 10 മണിക്ക് ശേഷം ഞാൻ എണിക്കാറില്ല. എത്ര നേരം വൈകി ഉറങ്ങിയാലും 10 മണിക്ക് ശേഷം എണിക്കാൻ തോന്നാറില്ല. വേഗം ഉണർച്ച വരും. അങ്ങനെ തന്നെയാണ് എൻ്റെ അതേപോലെ എൻ്റെ കുട്ടിയും. ഇന്നലെ 4 മണിക്ക് ഉറങ്ങിയിട്ട് മൂപ്പരാളതാ 10:30 ആകുമ്പോഴത്തേക്ക് എണീറ്റിക്കണം. അവൻ്റെ കഥ അതിനാട്ടിയപ്പറ ആണ് ഈ കുട്ടി. ഹലോ, 10:30 ആകുമ്പോഴത്തേന് എണീച്ചിരിക്കണ കുട്ടി, ഉറക്കമില്ലാത്ത കുട്ടി. അങ്ങനെ ഐബൂസ് എണിച്ച് അവനൊരു വഴിക്കൊക്കെ ആക്കി. അവിടെ ഞാൻ അടിച്ചോരാൻ നിൽക്കട്ടോ. ഞാൻ അടിച്ചോരലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനക്ക് കുറുക്ക് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുക്കളത്തെ നോമ്പിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ. ഇവിടെ രാവിലെ ആകുമ്പോൾ കുറച്ചൊക്കെ ചെയ്തേക്കൂട്ടോ. എന്നിട്ട് പിന്നെ പൊരിക്കൽ സംഭവങ്ങളൊക്കെയാണ് ആ സമയത്ത് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇവിടെ ബാക്കിയുള്ളവർ ഇത്തവരൊന്നും എണിച്ചിട്ടില്ല. അവരൊക്കെ ഇനിയൊരു 11:30 ആകുമ്പോഴത്തേക്ക് എണിക്കായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയും കുട്ടികൾ എണിക്കണാട്ടുമ്പോൾ വേഗം കുറുക്ക് കൊടുക്കാനാണ്. കാരണം അവന്മാരെ കണ്ടാൽ പിന്നെ ഐബു കളിക്കാൻ നിൽക്കും. തീരെ തിന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ തീറ്റ കുറവായിരിക്കണേ. അപ്പോൾ ഇത്തയുടെ മൂത്ത മോനെ ഭയങ്കര കാര്യമാണ്. അവനായിട്ട് ഭയങ്കര കളി ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ വിചാരിച്ച അവർ എണിക്കണാട്ടുമ്പോൾ വേഗം ഇവൻ്റെ കുറുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സമാധാനമായില്ലോ. പിന്നെ അവർ എണിച്ചാലും കളിച്ചോട്ടാലും കുഴപ്പമില്ലല്ലോ വിചാരിച്ച്. ബ്രെഡ് റോൾ ഉണ്ടാക്കാം. അപ്പം ഇന്ന് ബ്രെഡ് റോളായിട്ട് ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ റോൾ ഉണ്ടാക്കാം, പിന്നെ ഓരോരുത്തർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നും ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാനും ഉമ്മ അതിൽ ബ്രെഡ് റോൾ ഉണ്ടാക്കുമ്പോൾ ഉരുളങ്ങിയങ്ങ് ഇടുട്ടാ. അപ്പം ഞാൻ ആ മോഡൽ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഉരുളങ്ങിയൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കട്ടെ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് റോള്. എനിക്ക് മൈദ കൊണ്ടുള്ള റോൾ ഇഷ്ടമല്ല. നമ്മൾ റോൾ ഈ ബ്രെഡ് കൊണ്ടുള്ള ഇഷ്ടം. അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഞാൻ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ വേഗം. പിന്നെ അപ്പുറത്ത് തന്നെ ഇതിൽ നമ്മൾ ഉരുളങ്ങിയും ഇടുമ്പോൾ അരിഞ്ഞിട്ട് വേവിച്ചിട്ട് ഇടല്ലെങ്കിൽ ഉരുളങ്ങിയും കടിക്കുമല്ലോ. അപ്പോൾ അവനവിടെ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുട്ടികളായിട്ട്. അപ്പോൾ ഈ പണിയൊക്കെ വേഗം കഴിയും. അപ്പോൾ അവിടെ മറ്റേ ഭാഗത്ത് ഇത്ത വന്നിട്ട് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോളിന് വേണ്ടിയിട്ട്
ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ ഓരോരുത്തർ സ്പ്ലിറ്റ് ചെയ്യണോണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് പിന്നെ രണ്ടാൾക്കും കുട്ടികളുള്ളതുകൊണ്ട് ചില സമയത്ത് കുട്ടികളതാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോന്ന് അങ്ങനെ ചെയ്യും. അപ്പോൾ ഇത്തന്നിട്ട് വേഗം ഞാൻ പറഞ്ഞു മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാൽ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഞാൻ അങ്ങനെ ഇടാറില്ല, ചില സമയത്ത് ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കുക, അല്ലാണ്ട് ബാക്കിയുള്ള കുറേ മസാലാസ് ഇട്ട് വേവിക്കില്ല. ജസ്റ്റ് രണ്ടും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതിന് പിച്ചെടുത്ത് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ അങ്ങനെ ചിക്കൻ വേവിക്കാൻ വെക്കണം, ഞാനിവിടെ മസാല ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇവിടെ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ചിലവർക്ക് ഇവിടെ നോമ്പില്ല, അപ്പോൾ ഉമ്മ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതാ ഇവിടെ ഇത്തഞ്ഞ് മുട്ടക്കറി ആട്ടിന്ന്, മുട്ടക്കറിയും പത്തിരിയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ത ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ഇത്താട് പറയുന്നത് ഇത്ത ഉള്ളി അരിയുമ്പോൾ നല്ല നൈസായിട്ട് വരുന്നുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ അരിയുമ്പോൾ അത്ര നൈസായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഇത്താട് പറയുന്നത് ഇത്ത അരിയുമ്പോൾ നല്ല നൈസായിട്ട് വരുന്നല്ലോ എന്നൊക്കെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമ്മ അവിടെ അതാ പപ്പടം പൊരിക്കുന്നുണ്ട്, ഇനി കോളിഫ്ലവർ പൊരിക്കണം. കാരണം ഇവിടെ മരുന്ന് കഴിക്കണവരൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ നോമ്പെടുക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഞാൻ ഐബുവിൻ്റെ വിക്രസ് കാണിച്ചു തരാം. എൻ്റെ കുട്ടി ഇവിടെ പഴം കൊണ്ട് ഫേഷ്യൽ. ഇവിടെ പണിയുടെ ഇടക്ക് കുട്ടിയുടെ പണി നിങ്ങൾ കണ്ടാൽ നെറ്റും. എന്താണ് എൻ്റെ ഐബൂസേ? അപ്പോൾ ഇതൊക്കെയാണ് ഐബുവിൻ്റെ വിക്രസ്. നമ്മളിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടേയിരിക്കണട്ടെ. അങ്ങനെ അല്ലാണ്ട് ഒട്ടാൻ അങ്ങനെ വരില്ല, വയ്യാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് മമ്മ എടുക്കുക എന്നൊക്കെ കൊണ്ട് വരില്ല. അല്ലെങ്കിൽ മൂപ്പരാൾ ഇങ്ങനെ കളിച്ചോളും, ഇങ്ങനെ ഓരോന്നൊക്കെ. ഈ പഴപ്പം തിന്നാൻ കൊടുത്താൽ ഞാൻ അത് കാട്ടണുണ്ടില്ലേ, മുഖത്തൊക്കെ വെച്ച് തേച്ച് സോസും പഴക്കും. ഇവർക്ക് അങ്ങനെ ഇഷ്ടം. ഇനിയിപ്പോൾ റീമ അവനെ കുളിപ്പിക്കാൻ പോകണിഞ്ഞ്. ഉമ്മത പത്തിരിക്ക് പൊടി വാട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അത്യാവശ്യത്തിൽ അധികം പത്തിരി ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഷൊർണ്ണൂർ ഭാഗത്തൊക്കെ മിക്കതും നോമ്പിന് പത്തിരി ഉണ്ടാവും. പക്ഷെ നമ്മളെ ഭാഗത്ത് എന്നും നോമ്പിന് പത്തിരി ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ വന്ന സമയത്ത് മിക്ക ദിവസം പത്തിരി ആയിരുന്നിട്ട്, ഇപ്പം അത് മാറി. ഇപ്പോൾ എല്ലാ ദിവസവും പത്തിരി ഒന്നും ആവില്ല. ഇപ്പോൾ ചില ദിവസം പത്തിരി വെള്ളപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മാറും. മറ്റേത് ഉമ്മക്കൊക്കെ ഉമ്മ പറയുന്നത് ഇവർക്ക് പത്തിരി തന്നെ പറ്റുള്ളൂ, പത്തിരി പറ്റും. പത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, പക്ഷെ പത്തിരി തിന്നുമ്പോഴാണ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ പറയുന്നത്. അപ്പോൾ ആ സമയം കൂടി ഉമ്മയോട് പത്തിരി ആക്കേണ്ടി ഇത്തവിടെ മുട്ടക്കറിക്കുള്ളതാക്കിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ അങ്ങനെ വേഗം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് പണി കഴിയും. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഇവർ ഉറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കാൻ പോകും, നിസ്കരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ രാവിലെ തന്നെ ഏകദേശം ഉച്ചയാനോട്ടി കൂടി തന്നെ ഇവർ ഉറക്കനായിട്ട് മുമ്പ് തന്നെ പണികളൊക്കെ ഏകദേശം തീർത്തു. എന്നിട്ട് പിന്നെ 5 മണിക്ക് വന്നിട്ടാണ് ബാക്കി പൊരിക്കലും മടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതാ അതിൻ്റെ റോളിൻ്റെ മസാലയൊക്കെ ഏകദേശം സെറ്റായി കണ്ട. ഉരുളങ്ങിയങ്ങ് ഇങ്ങനെ വേവിച്ചിട്ട് ഞാനിങ്ങനെ അരിഞ്ഞിട്ട് വേവിച്ചിടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ തിന്നണ സമയത്ത് ടേസ്റ്റ്. ഉമ്മ അങ്ങനെ ഉരുളങ്ങിയങ്ങ് ഇട്ടിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ ഇതാ കുളിക്കലും നിസ്കരിക്കലും അവനെ ഉറക്കലും ഒക്കെ കഴിഞ്ഞിപ്പോൾ 5 മണിയാണ് സമയത്ത് ഞാൻ വന്നേക്കട്ടാ. എന്നിട്ട് ഞാൻ അതാ ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ അരിയൊക്കെ മാറ്റിയെടുത്ത് നമുക്കത് പൊടിക്കണമല്ലോ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അരി എടുക്കില്ല. അപ്പോൾ ബ്രെഡിൻ്റെ അരിയൊക്കെ മാറ്റിയെടുക്കട്ടെ ഞാൻ. അപ്പോൾ ആ സമയത്ത് ഈ അച്ചു വന്നിട്ട് അവൻ്റെ വിക്രസുകളൊക്കെ പറയും, ഇപ്പോൾ ഭയങ്കര വിക്രസാണ്, കളിക്കുകയും ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവർ കുറുമ്പാട്ടും ചെയ്യും, അങ്ങനത്തെ പണിയുണ്ട്. അപ്പോൾ ഇത് വേവിക്കാൻ എനിക്ക് പറ്റില്ല, വേവിക്കുമ്പോൾ എൻ്റെ കൈ പോകുള്ളൂ. അപ്പോൾ ഞാൻ ഉമ്മയോട് പറയുന്നു എനിക്ക് ഇത്തല്ലെങ്കിൽ ഉമ്മ വേവിച്ചാൽ മതി, ഞാനിതൊക്കെ ആക്കാമെന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഇതാ ബ്രെഡൊക്കെ സെറ്റാക്കി ബ്രെഡൊക്കെ പൊടിച്ചതാക്കിയിട്ട് ഇനിയിപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ സെപ്പറേറ്റ് നൂഡിൽസ് മേടിച്ചിരുന്നത്, അപ്പോൾ റീമാക്ക് അത് വേണം പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇത്തതാ നൂഡിൽസ് വേവിച്ചുകൊണ്ടിരിക്കുകയും റീമ അവിടെ ചിക്കൻ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യണേ. ആദ്യമായി ഇറച്ചി മുറിക്കുന്നത് ശക്തിയുള്ളവർക്ക് പൊട്ടങ്ങളി കളിക്കണേ. അപ്പം ഞാൻ പറയുന്നത് ഞാൻ മാഗി ഉണ്ടാക്കണ ഈ വീഡിയോ എടുക്കുന്നൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഞാനിവിടെ പൊട്ടങ്ങളി കളിക്കാക്കുക. അപ്പോൾ ഞാനിതാട്ടാ മ്യൂട്ടാക്കി. ഞങ്ങളവിടെ ഓരോന്നൊക്കെ പറഞ്ഞ് വളിപ്പടിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഞാൻ മ്യൂട്ടാക്കി കളഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ വളിപ്പടിച്ചപ്പോൾ റീമ പറഞ്ഞ് പൊട്ടങ്ങളി കളിക്കില്ല, മര്യാദക്ക് പറയുന്നതൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പറയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മാഗിക്കുള്ള മസാല ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവിടെ നിന്നിട്ട് സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂസ കാരണം എന്താ വെച്ചാൽ റോളിൻ്റെ ബാക്കി ബ്രെഡ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്ത് ബാക്കിയുള്ള മസാല വെച്ചിട്ട് സമൂസകളാക്കി അങ്ങനെ സ്പ്ലിറ്റ് ആക്കി. അപ്പോൾ ഇന്ന് 3 കടിയുണ്ട് നമുക്ക്. ഇനി എന്തൊക്കെ ആവും ബാക്കിയാവുന്നത് അറിയില്ല. ഞങ്ങൾ നോമ്പറക്കാൻ നേരത്തെ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അതെന്താ എഫ്ലോക്ക് എന്തോ
ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു, വെജിറ്റബിൾസ് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിക്കണേ നമ്മൾ സ്ലോ മോഷൻ വീഡിയോ അധികം ടൈമാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പുള്ളപ്പോഴായിട്ട് മാഗി ആക്കി കൊണ്ടിരിക്കുന്നത്. അത് ചൂട് കൊടുക്കാൻ തിന്നണമല്ലോ. ചൂടേറി കഴിഞ്ഞാൽ മാഗിയുടെ ആ ഒരു ഉണങ്ങിക്കഴിഞ്ഞാൽ സോസിൻ്റെ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് ടേബിളൊക്കെ സെറ്റാക്കി കണ്ടാൽ നല്ല അടിപൊളിയായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ വേറെ വിറ്റായിരുന്നു എല്ലാവരും മാഗി കേട്ടോ. ചെറുകടിയൊക്കെ ബാക്കി. കാരണം മാഗി നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല, എല്ലാവരും കൂടി ഇട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ടാ. അടിപൊളിയായിരുന്നു. സോസൊക്കെ വെച്ച് കറക്റ്റ് ഉപ്പ് ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടം. പിന്നെ പേരക്ക ജ്യൂസ് ആപ്പിച്ചിട്ട് അതും പൊളിയായിരുന്നു. അടിപൊളി. ആ അങ്ങനെ നോമ്പെടുന്ന നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അപ്പുറത്തെ ആപ്പാടെ മോളെ കുട്ടിയായിട്ട് റഷിത്താത്തയുടെ കുട്ടി. അപ്പോൾ അവർ വന്ന് 3 കൂടി നല്ല കളിയില്ല. ഇനിയിപ്പോൾ രാത്രി 10 ഞാൻ വയറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മാഗിയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഒരു 4 10 എടുത്തിട്ട് തിന്നില്ല നല്ലാക്കറിയാം. പിന്നെ ഒക്കെ അതൊക്കെ കഴിഞ്ഞ് ഇനി രാത്രി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം. നൈബുനെ ഉറക്കാൻ കൊണ്ടുപോയിക്കാണ്. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ, സീ യു.